ഹർഷ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വി ഡി സതീശന് പിന്നാലെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചുവന്ന വട്ടത്തിലിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഇടത് സൈബർ ലോകം. അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ വി ഡി സതീശന് പിന്നിൽ നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ബെല്ലാരി ഗോവർദ്ധൻ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി വി ഡി സതീശൻ അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഇടത് സൈബർ കൂട്ടം അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിന്റെ വസ്തുത എന്താണ്? ഇതിപ്പോ ഈ ഒരു സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ പൂർണ്ണമായും കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു നീക്കത്തിലാണ് CPM സൈബർ ഹാൻഡിലുകളും CPM നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മറ്റാരോ ചർച്ചയിൽ പറയുന്നത് കേട്ടിരുന്നു, ഇത്തരത്തിൽ ഒരു പക്ഷേ ഈ ചരിത്രത്തിൽ ആദ്യമായി വീണ്ടും പ്രതിപക്ഷത്തേക്ക് 2 തവണ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിന് പോകേണ്ടി വന്നത് ഒരർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസിന്റെ ഭാഗ്യമാണ് എന്നുള്ളതാണ്. കാരണം അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന കോൺഗ്രസിന്റെ തലയിൽ ഇരിക്കുമായിരുന്നു. കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുന്നത്തെ തവണയും ഇത്തരത്തിൽ LDF അധികാരത്തിൽ വന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അവർ ഈ ഇത്രയും വലിയൊരു കെണിയിൽ പെട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ളയാണെന്ന് മുതിർന്ന നേതാക്കളടക്കം ആരോപിക്കുന്നുണ്ട്. അതെ, ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മേഘ ഒരു തെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, മേഘ നീ അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ, പണ്ട് നീ ഇതിന്റെ വേറൊരു രീതിയിൽ നീ ചെയ്തിരുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ഇപ്പൊ CPM-കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ആളുകളല്ലേ എന്ന് ചോദിക്കുമ്പോ, പണ്ട് ഇതിലൊരാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടില്ലേ എന്ന് ചോദിക്കും. ഇതേ ആളുകൾ തന്നെ ഈ പറയുന്ന CPM നേതാക്കളുടെ കൂടെയുള്ള ഫോട്ടോ ആണെങ്കിലോ, അപ്പൊ അവർ പറയും ഇത് ആണ്, ഇത് ഞങ്ങളുടെ ഫോട്ടോയൊന്നും അല്ല, ഇതൊക്കെ വെറുതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നുണയാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമല്ല, കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ഫോട്ടോ പുറത്തു വിട്ടിരിക്കുകയാണ് എന്നാണ് മറ്റു ഫോട്ടോകൾക്ക് ഇവരുടെ മറുപടി. അതിനു പകരം ഈ പറഞ്ഞ വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിനിടയ്ക്ക് ഇതോ ഒരു ഫോട്ടോന്റെ പുറകിൽ ഇയാൾ എവിടെയോ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ എങ്ങനെയോ അതിനിടയിൽ വന്ന് വിട്ടുപോയി. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ആ പിന്നിൽ നിൽക്കുന്നത് ബെല്ലാരി ഗോവർദ്ധൻ അല്ല എന്നുള്ളതാണ്. അത് മറ്റേതോ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു സാമ്യമുള്ളതുപോലെ ഒരാളെ പോലെ ലോകത്ത് 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു സാമ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രീഹരിയുടെ ഒരു ഫോട്ടോ കണ്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല, ഈ റീലിൽ കാണുന്നത് നീ തന്നെയല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവർ പറഞ്ഞ ഡി മണി, ഇതാണ് ഡി മണി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്തുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഡി മണി അല്ല, ഞാൻ MC മണിയാണ്, എന്റെ പേര് MC മണിയാണ്. മണി അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും, കാരണം എനിക്ക് ഇത്രയും പ്രഷർ. സ്വാഭാവികമാണ്, ഇതിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് നീയാണ് ഡി മണി, ഇനി മുതൽ നീ ഡി മണിയായിട്ട് അറിയപ്പെട്ടാൽ മതി, MC അല്ല. അച്ഛന്റെ പേര് മാറി, വീട് പേര് മാറി, എല്ലാം മാറി. ഇനി ദാവൂദ് മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ഡി മണിയായിട്ട് നീ പൊക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരാളെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തും കാണിക്കാം, പക്ഷെ കോൺഗ്രസുകാരുടെ ഏതെങ്കിലും സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു, മറ്റു പല നേതാക്കന്മാരുടെ കൂടെ ഉണ്ണികൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോണിയാഗാന്ധിയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ പുറത്തു വരുന്നു. സോണിയാഗാന്ധി ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തതായിരിക്കും അറിയില്ല, പ്രതികരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇപ്പുറത്തെ വശത്ത് പിണറായി വിജയനുമായിട്ടുള്ള ഒരു തമാശ ഫോട്ടോ ഇറങ്ങുന്നു. അതിന്റെ പേരിൽ വീട് വളഞ്ഞ് അത് ഷെയർ ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെ കോലാഹലങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിപ്പോ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തലയിൽ പൂർണ്ണമായും കെട്ടിവെച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് തെറ്റുകാരനെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM പ്രവർത്തകർ, CPM നേതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഇതൊന്ന് തലയിൽ നിന്നും ഊരിയെങ്കിൽ തുടർഭരണം എന്നിപ്പോൾ പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് CPM-കാർ അല്ലെങ്കിൽ LDF-കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ മാറിയിരിക്കുകയാണ്. കാരണം ഇനി 3.0 വരും, പിണറായി 3.0 തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ, നാഴികക്ക് 40 വട്ടം എഴുതി പറഞ്ഞുകൊണ്ടിരുന്ന CPM-കാരുടെ നാവടങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അവർക്ക് പിണറായി 3.0 ഇല്ല, തുടർഭരണവും ഇല്ല. പക്ഷേ ഇതുവരെയും പിണറായി വിജയൻ ഇതിനെ കുറിച്ചൊന്നും എന്താ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാത്തത് എന്താണ് എന്നുള്ളതാണ് സംശയം. നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്കിയാൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മണ്ണ് വാരിത്തുന്ന സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാ വർക്കർമാർ എത്ര ദിവസമാണ് അവിടെ സമരം വരുന്നത്. അപ്പോഴൊന്നും മര്യാദയ്ക്കുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മാന്യമായ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യത്തിൽ ഇപ്പോ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആരോപണ വിധേയനാണല്ലോ, തെളിയിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുന്നൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്ന നമ്മളാണ് മഴയന്മാർ എന്ന് പറയാം. തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. ഈ
ഈ പറഞ്ഞ ആരോപണ വിധേയൻ മാത്രമാണല്ലോ, അല്ലെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണല്ലോ, തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഇവര് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റാരോപിതരായപ്പോൾ തന്നെ നിലപാടെടുത്ത അല്ലെങ്കിൽ നടപടിയെടുത്ത VD സതീശനെതിരെയും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല എന്ന് ചോദിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അവർ ചെയ്യുമ്പോൾ ന്യായവും കോൺഗ്രസ് ചെയ്യുമ്പോൾ അത് തെറ്റുമാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒട്ടാകെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് അവരുടെ ഒരു പൂർണ്ണമായും ആ ഒരു സർക്കാരിനോട് തന്നെയുള്ള എതിർപ്പിൽ അല്ലെങ്കിൽ വിരോധത്തിന് കാരണമായ ഒരു കേസിലെ കുറ്റാരോപിതൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയെ ഇന്നും ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. ഇത്തരത്തിൽ ഒന്നോ രണ്ടോ സ്ത്രീകൾക്ക് മാത്രം ജീവിതത്തിൽ ഭീഷണിയായ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ത്രീകൾക്ക് മാത്രം തിരിച്ചടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രം വിഷയ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഘോഷിക്കുന്നത് തെറ്റെന്തോ ആയിക്കോട്ടെ, പക്ഷെ പാർട്ടിയുടെ നിലപാടെടുക്കുന്നതിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഇപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതും ഇത്തരത്തിൽ നിലപാടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ, രണ്ട് ഗ്രാവിറ്റിയിലുള്ള വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും. പക്ഷേ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ അവിടെ പ്രാധാന്യമുണ്ട്, രണ്ട് കേസിലും പ്രാധാന്യമുണ്ട്. ഇവർ പറയുകയാണ് ഇപ്പോൾ രാഹുൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല, അതുകൊണ്ട് അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ഈ പറഞ്ഞ കോൺഗ്രസിന് സാധിക്കുന്നത് അവരെടുത്ത നിലപാടിന്റെയാണ്. പക്ഷേ CPM അത് ചെയ്യാത്തിടത്തോളം വാസുവിനെ ആണെങ്കിലും പത്മകുമാറിനെ ആണെങ്കിലും എത്ര നാൾ പാർട്ടിയിൽ നിർത്തുന്നുണ്ടോ അത്രയും നാൾ ഇവരിൽ ഓരോരുത്തരും വന്ന് ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള കേസിന് മറുപടി പറഞ്ഞേ തീരൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇങ്ങനെയും അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തിലാണ് 2019-20 കാലഘട്ടത്തിൽ കോവിഡ് വരുന്നത്. കോവിഡിൽ ആരോഗ്യവകുപ്പ് നല്ല കാര്യമായി തന്നെ പ്രവർത്തനക്ഷമമായിരുന്നു, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതിന്റെ ബലത്തിൽ ശൈലജ ടീച്ചറിനെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് അടുത്ത അധികാരം പിടിക്കുന്നു. ഇനി അടുത്ത് ഈ 3-4 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എന്ത് കാണിച്ചാണ് ഇനി അടുത്തൊരു 3 പോയിന്റ് വരുമെന്ന് ഇവർ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭരണകാലം നല്ലതായിരുന്നു എന്ന് തന്നെ പറയണം. ഇപ്പോൾ ആദ്യത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരുവിധം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്താൽ അത്യാവശ്യം പ്രശ്നമില്ലാത്തൊരു സർക്കാരായിരുന്നു. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ ആത്മവിശ്വാസം കൂടിപ്പോയിട്ടാകാം, അല്ലെങ്കിൽ അധികാരത്തിന്റെ ആ ഒരു ധൈര്യ കൂടുതലും കൊണ്ടാവാം കയ്യിൽ നിന്ന് പോയത്. എന്ത് തന്നെയായാലും ഇനി ഒരു തുടർ ഭരണം ഉണ്ടായാൽ കേരളത്തിന്റെ കാര്യം അധോഗതിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അടുത്ത ഉറപ്പായും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരേണ്ടതാണ് ഇപ്പോഴത്തെ ആവശ്യം.